ഗൈസ് എന്നോട് ഹോഴ്സ് പറഞ്ഞായിരുന്നു ഈ സൈഡിലോട്ട് ഇങ്ങോട്ടോ ആണെങ്കിൽ അവനാണെങ്കിൽ ഷീപ്പിനെ നമ്മുടെ കളിയുടെ ആദ്യം നമ്മൾ കേവിൻ്റെ വെളിയിൽ നിന്ന് ഇങ്ങോട്ട് കേവിൻ്റെ അകത്തോട്ട് കയറാൻ നേരമേ ഷീപ്പിനകത്ത് പോയപ്പോഴേ അവനാണെങ്കിൽ ഒരു റിവർ കണ്ടിരുന്നത്. അപ്പം അതിൻ്റെ അടി സാൻഡ് കാണുമല്ലോ. അപ്പോൾ ഗൈസ് ഞാൻ അത് തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് കുറേ നേരമായിട്ട് ഞാൻ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ഒന്നും കണ്ടില്ല. ഞാനിങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൈസ് അപ്പോഴാണ് ഞാൻ ആലോചിച്ച് ഞാൻ യൂട്യൂബറാണ്, ഇതൊക്കെ എടുത്ത് യൂട്യൂബ് ഇടണമെന്ന്. ഇപ്പം ഞാൻ ഉടനെ റെക്കോർഡറൊക്കെ ഓണാക്കിയിട്ട് വീണ്ടും ഇരുന്ന് മൈൻഡ് ചെയ്യുവാണ്. ഗൈസ് ഇത് കുറേ നേരം എടുക്കുമെന്ന് തോന്നുന്നു, ഇതുവരെ കിട്ടിയില്ല. ഗൈസ് ഈ സാൻഡ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഒരു വില്ലേജർ സോമ്പിനെ കൂടെ കിട്ടിയില്ലായിരുന്നു. അവരെ ക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് വീക്ക്നെസ് പോഷൻ ഉണ്ടാക്കണ്ടേ, അതിനുവേണ്ടി മറ്റേ ബോട്ടിൽ ഉണ്ടാക്കണ്ടേ, അതിനു വേണ്ടിയാണ് ഈ സാൻഡ് തപ്പിപ്പോകുന്നത്. അതുകൊണ്ട് ഈ കുറേ ദൂരം ഞാൻ മൈൻഡ് ചെയ്ത് ഇനി ഈ സൈഡിലോട്ടല്ലേ, അതായത് നമുക്ക് നേരെ അങ്ങ് പോവാം. ഏതെങ്കിലുമൊക്കെ റിവർ ചെന്നെത്തും. എനിക്ക് ഇന്ന റിവർ തന്നെ വേണമെന്നില്ല. ഗൈസ് ഇവിടെ ഡെർട്ടുണ്ട്, മിക്കവാറും അതിൻ്റെ അടുത്ത് എത്തിക്കാണ്. നമുക്ക് കുറച്ചും കൂടെ മൈൻഡ് ചെയ്ത് പോകാം അങ്ങോട്ട്. ഗൈസ് ഇവിടെ നിന്നൊന്നും ഇല്ലെന്നാണ് ഈ തോന്നുന്നത്. കുറേ നേരമായി തുടങ്ങിയിട്ട് ഞാനിത് ഇവിടെ വല്ലതും ഉണ്ടോയെന്ന് എനിക്ക് ഇപ്പോൾ ഗൈസ് ഞാൻ കേൻ്റെ ഉള്ളിലോട്ട് പോകാനാണ്. അതുകൊണ്ട് റിവർ ഞാനിപ്പോൾ -19 റേഞ്ച് വരെ എത്തി ഗൈസ്. അതിന് താരോട്ട് കുഴിച്ചിട്ട് ഡയറക്റ്റായിട്ട് റിവറിലോട്ട് കയറാം, അല്ലാതെ ഈ കേവിൻ്റെ വെളിയിൽ പോകാതെ റിവറിൻ്റെ അകത്തോട്ട് പോവാം. എന്നിട്ട് അവിടെ നിന്ന് സാധനം എടുക്കാം. ഞാൻ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല, സത്യം പറഞ്ഞാൽ ഞാനിത് വെളിയിലോട്ട് ഇറങ്ങില്ലേ. അപ്പോൾ പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ആ റിവർ എൻ്റെ കേവാണ്. അത് തന്നെ ആ റിവർ എൻ്റെ കേവാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളം കയറി ഗൈസ്. നമുക്ക് ഇതൊരു പോയിട്ടിനി സാധനം എടുത്തുകൊണ്ട് വരാം. അല്ലാണ്ട് ഷവലില്ലല്ലോ ഗൈസ്. ഷവൽ എടുക്കാൻ മറന്നു. ഒരു ഷവൽ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഗൈസ്. ഇനി ഇവിടെ സാൻഡ് ഉണ്ടോ? കുറച്ചും കൂടെ താരോട്ട് പോയിട്ടേ അങ്ങോട്ട് പോകാം ഗൈസ്. എൻ്റെ ഷവൽ പൊട്ടിപ്പോയി. ഞാൻ കുറേ ഡെർട്ടൊക്കെ ഉണ്ടായിരുന്നു വരുന്നവരിക്കും, അതൊക്കെ മൈൻഡ് ചെയ്തപ്പോൾ പൊട്ടിപ്പോയാണ്. ഓക്കെ, ഇതുവഴി പോകുമ്പോൾ ഇത് പൊട്ടിക്കട്ടെ. പൊട്ട്. ബബിളും തീരാറ്, എളുപ്പം പൊട്ടങ്ങോട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് പോയി ഷവൽ ഉണ്ടാക്കിയിട്ട് വരാവേ. ഞങ്ങൾ പോയി ഷവൽ ഉണ്ടാക്കിയിട്ട് വരാം. ഗൈസ് ഞാനൊരു ഡയമണ്ട് ഷവൽ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഗൈസ് അത് മറ്റേ ഡ്രൗൺ അല്ലേ, ഇതുകൊണ്ട് അവൻ്റെ ആണെങ്കിൽ മറ്റേ ഇതുകൊണ്ട് എന്തുവരുന്നു എൻ്റെ പേര്, എൻ്റെ പേര് മറന്നുപോയില്ലോ ഗൈസ്. നമുക്ക് മറ്റേ ഒരു ഷെല്ല് കൊടുത്താൽ അവൻ്റെ ഇത് മേടിക്കാൻ പറ്റുമല്ലോ ഗൈസ്. എൻ്റെ ഒത്തിരി ഷെല്ല് ഇരിപ്പുണ്ട് മറ്റേ ഫിഷിംഗ് ഫാമിൽ നിന്ന്. നമുക്കത് പോയി പെട്ടെന്ന് എടുത്തിട്ട് വരാം ഗൈസ്. ഇവിടെ ഇരിപ്പുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ ഷെല്ല് കിട്ടി. 5 or 6 കിട്ടി. 2 കിട്ടുള്ളൂ ഗൈസ്, 2 ഉള്ളൂ. അത് സാരമില്ല, 2 ഇല്ലേ, ഒരെണ്ണം ട്രേഡ് ചെയ്താൽ പോരെ ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം അവൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യാനായിട്ട്. അവൻ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. ഇനി അവൻ ഡിസ്കൗണ്ടായി പോകും. അങ്ങനെയൊന്നും പോകത്തില്ലല്ലോ അല്ലേ, അങ്ങനെയൊന്നും പോകത്തില്ല. എവിടെ ഇന്നാ ഷെല്ലുന്ന എനിക്കൊരു ട്രൈഡൻറ്റ് അതിൻ്റെ എങ്ങനെ പേര്, ട്രൈഡൻറ്റ് വേണം. അയ്യോ പോയെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് ബബിളും തീരാറായി. ഓക്സിജൻ ഒക്കെ എൻ്റെ വെളിയിൽ പോകത്തില്ല. ഓക്കെ, ഓക്സിജൻ എടുക്കട്ടെ ഗൈസ്. അത് പോയെന്ന് തോന്നുന്നു ഗൈസ്. പോട്ട് നമ്മളെന്തായാലും സാൻഡ് അപ്പില്ലേ വന്ന്, നമുക്ക് സാൻഡ് എടുത്തിട്ട് വരാം ഗൈസ്. സാൻഡ് ദൂണ്ടിരിക്കുന്ന സാൻഡ് എല്ലാം എൻ്റെ ഇത് പൊട്ട്. ഒന്നും മണ്ടലോട്ട് പോകല്ലേ, എല്ലാം ഇവിടെ താഴെ തന്നെ കിടന്നോണോ. ഒന്നും മണ്ടലോട്ട് പോകല്ലേ. ഗ്രാവിറ്റി ഒക്കെ കണ്ടുപിടിച്ചത് എന്തിനാ, ഇവിടെ താഴെ തന്നെ കിടന്നോണോ. ഓക്സിജൻ. അയ്യോ ഓക്കെ ഗൈസ്, നമുക്കിനി അവിടെ ഇതിപ്പോൾ മണ്ടലോട്ട് പോയിക്കാണല്ലോ മൈൻഡ് ചെയ്ത് മൊത്തം. പെട്ടെന്ന് എടുത്തിട്ട് വരാം വാക്യം കൂടി. ടോർച്ചും പൊട്ടിയ അതേ ഞാൻ വരുന്നു. ഹെൽത്തും കുറവാണ്, കുറച്ച് ഹെൽത്ത് കൂട്ടിയിട്ട് പോയാലോ. കുറച്ച് ഹെൽത്ത് കൂടിട്ട് ചിലപ്പോൾ ആ ഡ്രൗണങ്ങനെ അവിടെ നിൽപ്പുണ്ടെങ്കിലോ. ഇനിയും പോയി എടുത്തിട്ട് വരാം ഗൈസ്. കുറേ മീനൊക്കെ ഉണ്ട്. എൻ്റേത് മൊത്തം എൻ്റേത്. എളുപ്പപ്പൊട്ട്. ബബിളില്ല. എളുപ്പപ്പൊട്ട്. അയ്യോ ബബിള്. കുഴപ്പമില്ല ഗൈസ്. ഇനി നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. എനിക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കോളും കൊടുത്തേക്കാം ഗൈസ്. ഓക്കെ, എല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയേക്കാം. ഹെൽത്തും ഇല്ല, ഫുഡൊക്കെ കഴിച്ചിട്ടോ ഗൈസ്. നമുക്ക് ഇനിയും പോകാം. അവിടെ കുറച്ച് കോളും കൂടി ഉണ്ടാക്കാം, നമുക്ക് പിന്നെ എടുക്കാം ഗൈസ്. നമുക്കിനിയും പോയിട്ടാണെങ്കിൽ ഗ്ലാസ് ഉണ്ടാക്കി, ഇത് സ്മെൽറ്റ് ചെയ്ത് ഗ്ലാസ് ഉണ്ടാക്കി അത് വെച്ച് ബോട്ടിൽ ഉണ്ടാക്കാം ഗൈസ്. ഇതെടുത്ത് നമ്മുടെ ഓട്ടോ സ്മെൽറ്ററിൻ്റെ അകത്ത് എടുത്ത് വെക്കാം ഗൈസ്. ഇതിൻ്റെ അകത്തായിരുന്നു. ഓക്കെ ഗൈസ്, അതിൻ്റെ അകത്ത് നമുക്ക് 13 സാൻഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങെടുത്ത് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അത് വെച്ചിട്ടുണ്ട്. പറഞ്ഞല്ല, ലിവർ ഓൺ ആക്കിയിട്ടായിരുന്നല്ലോ. ഓക്കെ ഗൈസ്, അതെല്ലാം സ്മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കതെടുത്തിട്ട് ബോട്ടിൽ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്,
3 ബോട്ടിൽ മതി നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക്. എന്നിട്ട് ഞാനിപ്പോൾ ലാവയ്ക്കകത്ത് കയറിപ്പോകാനായിരുന്നു ഗൈസ്. നമുക്ക് ഇതെടുത്ത് ഇങ്ങനെ വെച്ചേക്കാം. എന്താ ആവാത്തത്? എന്താ ഗൈസ് അവിടെ വെക്കാൻ പറ്റാത്തത്? ഓ മറ്റേ ഇത് വാട്ടർ വേണമല്ലോ ഓർമ്മല്ലേ. ഇവിടെ നിന്ന് എടുത്തേക്കാം. ഓക്കെ, ഇനിയും കൊണ്ടുവെക്കാം ഗൈസ്. ഇത് വെച്ചിട്ട് സ്പൈഡർ ഐയും ബ്ലേസ് പൗഡറും അല്ലേ വെക്കേണ്ടത്? അല്ല ഗൈസ്, നമുക്ക് ഫെർമെൻറ്റഡ് സ്പൈഡർ ഐ അല്ലേ വേണ്ടത്? ഇവിടെ എവിടെയോ ഞാൻ ആ വിച്ചിനെ കൊന്നപ്പോൾ കിട്ടിയ ഷുഗർ ഇരിപ്പുണ്ടല്ലോ, അതെന്ത് ചെയ്യോ? അതുകൊണ്ട് കളഞ്ഞാ? അയ്യോ, ആദ്യം കിട്ടി. ഇതും പിന്നെ സ്പൈഡർ ഐ മാത്രം മതിയോ? മഷ്റൂം വേണ്ടായിരുന്നു. സ്പൈഡർ ഐ, മഷ്റൂം മതി. മഷ്റൂം എവിടെ? ആ കിട്ടി. ഓക്കെ ഗൈസ്, നമുക്കിനിയിപ്പോൾ പോയിട്ട് ആ പോഷൻ ഉണ്ടാക്കാം ഗൈസ്. എൻ്റെ സ്പൈഡർ ഐ എൻ്റെ കയ്യിലൊന്നും ഇല്ല ഗൈസ്. ഞാൻ സ്പൈഡർ സ്പോണറിൻ്റെ അങ്ങോട്ട് പോയിട്ട് സ്പൈഡർ ഐ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പം നമുക്ക് ഫെർമെൻറ്റഡ് സ്പൈഡർ ഐ ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. ഇനിയിപ്പം നമുക്ക് ആ ഒരു പോഷൻ ഉണ്ടാക്കാം. ബ്ലേസ് പൗഡർ ബ്ലേസ് റോഡ് ഗൈസ് എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്ലേസ് പൗഡർ ഇവിടെ വെച്ചിട്ട് ഫെർമെൻറ്റഡ് സ്പൈഡർ ഇവിടെ വെക്കാം. അതിപ്പോൾ ആവുമല്ലോ ഗൈസ്, അതാവട്ടെ എന്നാവട്ടെ. ഓക്കെ ഗൈസ്, നമ്മുടെ പോഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ സ്പ്ലാഷ് പോഷനാക്കായിട്ട് നമുക്കാണെങ്കിൽ ആ ഒരു ഗൺ പൗഡർ വെച്ചിട്ടുണ്ട്, അത് സ്പ്ലാഷ് പോഷൻ ആകട്ടെ ഗൈസ്. നമുക്ക് അന്നേരത്തേക്ക് പോയി ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കാം. എൻ്റെ ഒരു ആപ്പിളുള്ളൂ ഗൈസ്. കുറച്ച് സാപ്ലിങ് എടുത്തുകൊണ്ട് പോയി താഴെ പോയി മരം വെട്ടി ആപ്പിൾ ഉണ്ടാക്കാം. അത് വെച്ച് നമ്മളാണെങ്കിൽ ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു ആപ്പിളും കൂടെ ഒപ്പിച്ചുകൊണ്ട് വരാം ഗൈസ്. ബോൺ മീൽ എടുത്തുകൊണ്ട് പോയേക്കാം. ഓ കിട്ടി. ഈ ഒരു ആപ്പിൾ കിട്ടാൻ ഞാൻ എത്ര മരം നട്ടെന്നറിയാവും നിങ്ങൾക്ക് ഗൈസ്. എന്നിട്ട് ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ ഒരു വീക്ക്നെസ് പോഷൻ വെച്ചാണ് ഈ വില്ലേഴ്സിനെ ക്യൂർ ചെയ്ത് ബാക്കി റെക്കോർഡിലായിരുന്നു. ടാറ്റാ.